നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ആൾജിബ്രായിക് ഇക്വേഷൻസ് ആൻഡ് ദെയർ റൂട്ട്സ്. ആൾജിബ്രായിക് ഇക്വേഷൻ എന്താണെന്ന് ആദ്യം നമുക്കറിയണം. വാട്ട് ഈസ് ആൾജിബ്രായിക് ഇക്വേഷൻ? ലെറ്റ് എഫ് ഓഫ് എക്സ് ബി എ പോളിനോമിയൽ വിത്ത് ഡിഗ്രി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അഥവാ പോളിനോമിയൽസ് ഒന്നും എന്താവില്ല, കോൺസ്റ്റന്റ് ആവാൻ പാടില്ല, അതൊരു പോളിനോമിയൽ ആയിരിക്കണം. വിത്ത് ഡിഗ്രി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1ന്റെ മീനിങ് അതാണ്. ഓൺ ഇക്വേറ്റിംഗ് ഇറ്റ് ടു 0 വി ഗെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0. അത് നമ്മൾ 0യിലേക്ക് ഇക്വേറ്റ് ചെയ്യാണ്. ദെൻ വിച്ച് ഈസ് കോൾഡ് ആൻ ആൾജിബ്രായിക് ഇക്വേഷൻ. സോ ഏതൊരു പോളിനോമിയൽ ആയിക്കോട്ടെ, ആ ഒരു പോളിനോമിയലിനെ ഈക്വൽ ടു 0 എന്നെഴുതി ആ ഒരു ഇക്വേഷനെ ആണ് നമ്മൾ ആൾജിബ്രായിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? എനി ഇക്വേഷൻ ഈക്വൽ ടു 0 എന്നതിനെയാണ് നമ്മൾ ആൾജിബ്രായിക് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. റൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 0 വാല്യൂസിനെയാണ് നമ്മൾ റൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ എക്സിന്റെ സൊല്യൂഷൻസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സോ ആ ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് 0 ആവുന്നത്, ആ എക്സിന്റെ വാല്യൂസിനെയാണ് നമ്മൾ അതിന്റെ റൂട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഫെമിലിയർ ആകാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇഫ് ദ പോളിനോമിയൽ ഈസ് ഓഫ് ഡിഗ്രി n കറസ്പോണ്ടിങ് ടു n equal to 1, 2, 3 etc. we have a0x plus a1 equal to 0. അഥവാ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ ഫോർമുലേനെ ഈക്വൽ ടു 0 ആയിട്ട് നമ്മൾ എന്താണ് ഇക്വേറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഈ ഒരു ഇക്വേഷൻ നമുക്ക് ലീനിയർ ആൾജിബ്രായിക് ഇക്വേഷൻ എന്ന് പറയാൻ പറ്റും. ഓക്കെ, a0 എക്സിന്റെ പവർ ജസ്റ്റ് 1 ആണ്. സോ ഇറ്റ് ഈസ് ലീനിയർ ആൾജിബ്രായിക് ഇക്വേഷൻ. ദെൻ a0 x സ്ക്വയർ പ്ലസ് a1 x പ്ലസ് a2 ഈക്വൽ ടു 0 ആകുമ്പോൾ ക്വാഡ്രാറ്റിക് ആൾജിബ്രായിക് ഇക്വേഷൻ. കാരണം അവിടെ സ്ക്വയർ ഉണ്ട്. സോ നമുക്ക് അറിയാവുന്നതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അതിന് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ക്വാഡ്രാറ്റിക് ആൾജിബ്രായിക് ഇക്വേഷൻ. ദെൻ ക്യൂബിക് ഇക്വേഷൻ ആണെങ്കിലോ ക്യൂബിക് ആൾജിബ്രായിക് ഇക്വേഷൻ. കാരണം ഇവിടെ a0ന്റെ എക്സ് ക്യൂബ് ആണ്. ഫസ്റ്റ് അതിന്റെ തേർഡ് ഡിഗ്രി പോളിനോമിയൽ ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് ക്യൂബിക് ആൾജിബ്രായിക് ഇക്വേഷൻ എന്ന് പറയാം. ദെൻ ഫോർത്ത് ഡിഗ്രി പോളിനോമിയൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ബൈ ക്വാഡ്രാറ്റിക് ആൾജിബ്രായിക് ഇക്വേഷൻ. ഈക്വൽ ടു 0 വരുന്നത് കൊണ്ടാണ് ആൾജിബ്രായിക് ഇക്വേഷൻ. ദെൻ ഫോർത്ത് ഡിഗ്രി വരുന്നത് കൊണ്ട് ബൈ ക്വാഡ്രാറ്റിക്. സോ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ബൈ ക്വാഡ്രാറ്റിക് ആൾജിബ്രായിക് ഇക്വേഷൻ. ഓക്കെ, ഇത് നമുക്ക് ഫെമിലിയർ ആകാൻ വേണ്ടി മേ ബി ക്വസ്റ്റ്യനിലൊക്കെ ബൈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നൊക്കെ കൊടുക്കുമ്പോൾ അത് ഫോർത്ത് ഡിഗ്രി പോളിനോമിയൽ ആണെന്ന് നമുക്കറിയണം. ഇവരൊരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്, വേർ a0 ഷുഡ് ബി നോട്ട് ഈക്വൽ ടു 0. അതായത് a0 ഒരിക്കലും 0 ആവാൻ പാടില്ല. ഇഫ് a0 ഈക്വൽ, ഇപ്പോ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എടുത്തു, a0 0 ആണെന്ന് വിചാരിക്കുക. ദെൻ ദിസ് ഓൾ ടേം വിൽ ബി 0. ദെൻ a1 x പ്ലസ് a2 മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. സോ അതെന്താവും, ലീനിയർ ഇക്വേഷൻ ആയിട്ട് മാറും. അങ്ങനെ ഒരു ഫോമിലേക്ക് പോകാൻ പാടില്ല. a0s എല്ലാം എന്തായിരിക്കണം, നോൺ സീറോ എലമെന്റ്സ് ആയിരിക്കണം. ദെൻ അവിടെ പറയുന്നത് ഇഫ് c ഈസ് എ റൂട്ട് ഓഫ് ദി ഇക്വേഷൻ f of x ഈക്വൽ ടു 0, ദാറ്റ് ഈസ് f of c ഈക്വൽ ടു 0. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് ഒരു ആൾജിബ്രായിക് ഇക്വേഷന്റെ റൂട്ട് എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു ഫംഗ്ഷനിൽ 0 കിട്ടുന്ന എക്സിന്റെ വാല്യൂ. ഓക്കെ, സോ ആ റൂട്ടിന് എന്തായിരിക്കണം, എഫ് ഓഫ് സിന്റെ വാല്യൂ 0 ആയിരിക്കണം. സി ഒരു റൂട്ട് ആവണം എന്നുണ്ടെങ്കിൽ എഫ് ഓഫ് സിന്റെ വാല്യൂ എന്തായിരിക്കണം, 0 ആയിരിക്കണം. സോ ആ ഒരു ഇക്വേഷൻ, ഒരു നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയാ, റൂട്ട് എന്ന് പറയുന്നത്. ദെൻ ബൈ റിമൈൻഡർ തിയറം എഫ് ഓഫ് എക്സ് ഈസ് ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് സി. നമുക്കറിയാം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു പോളിനോമിയൽ ആണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് എഴുതുമ്പോഴാണ് അതൊരു ആൾജിബ്രായിക് ഇക്വേഷൻ ആയിട്ട് മാറുന്നത്. സോ ബൈ റിമൈൻഡർ തിയറം എഫ് ഓഫ് സി ഈക്വൽ ടു 0 ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈസ് ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് സി എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ വി ക്യാൻ റൈറ്റ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് സി ഇൻറ്റു Q1 ഓഫ് എക്സ്. കാരണം എക്സ് മൈനസ് സിന്റെ ഒരു ഫാക്ടർ എഫ് ഓഫ് എക്സിന് നമുക്ക് എക്സ് മൈനസ് സി വെച്ച് ഡിവിസിബിൾ ആണ്. സോ ഇൻറ്റു മറ്റൊരു പോളിനോമിയൽ ഉണ്ടാകും, അത് നമ്മൾ Q1 ഓഫ് എക്സ് എന്ന് കൊടുത്തു. സോ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ദെൻ Q1 ഓഫ് എക്സ് വിൽ ബി എ പോളിനോമിയൽ ഓഫ് n മൈനസ് 1 ഡിഗ്രി. കാരണം എന്താണ്, ഹിയർ ഈസ് എ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. ദെൻ nth ഡിഗ്രി കംപ്ലീറ്റ് ആണെന്നുണ്ടെങ്കിൽ Q1 ഓഫ് എക്സ് മസ്റ്റ് ബി ദ ഡിഗ്രി ഓഫ് n മൈനസ് 1. ഓക്കെ, ദെൻ if c1 is an another root of f of x and c1 not equal to c. എഫ് ഓഫ് എക്സിന്റെ മറ്റൊരു റൂട്ട്, ഒരു സൊല്യൂഷൻ ആണ് c1 എന്ന് പറയുന്നത്. ദെൻ അത് c നോട് ഈക്വൽ അല്ല, രണ്ടും ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സ് ആണ്. ദെൻ വി ഹാവ് എഫ് ഓഫ് c1 ഈക്വൽ ടു 0, റൈറ്റ്? അതിന്റെ റൂട്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എഫ് ഓഫ് c1 എന്തായിരിക്കണം, 0 ആയിരിക്കണം. ദെൻ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, എഫ് ഓഫ് എക്സിന്റെ ഫോർമുലയിൽ c1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്.
സി ഒരു റൂട്ട് ആയതുകൊണ്ട് നമ്മൾ എക്സ് മൈനസ് സി ഇൻറ്റു Q1 ഓഫ് എക്സ് എന്ന് എഴുതി. ദെൻ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, C1 അനദർ റൂട്ട് C1 എന്ന് നമ്മൾ സപ്പോസ് ചെയ്ത് എടുത്തത് കൊണ്ട് തന്നെ C1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാൻ പോവുകയാണ്. Then f of C1 is equal to C1 minus C into Q1 of C1 equal to 0 എന്ന് നമുക്ക് കിട്ടും. Okay. Since C1 not equal to C, C1 minus C not equal to 0. ഇത് രണ്ടും ഈക്വൽ അല്ലാത്തത് കൊണ്ട് ഇതിന്റെ ഡിഫറൻസും എന്താവില്ല, 0 ആവില്ല. ഒരു ഇനി പോസിറ്റീവോ നെഗറ്റീവ് നമ്പർ ആയിരിക്കും. ഓക്കെ. Then Q1 of C1 must be 0 because ഇതൊരു മൾട്ടിപ്ലിക്കേഷൻ ആണ് 2 ടേംസിന്റെ. സോ ഏതിലും ഒരു ടേം മസ്റ്റ് ബി 0 എങ്കിൽ നമുക്ക് ആൻസർ 0 കിട്ടുള്ളൂ. സിൻസ് ഇത് 0 അല്ലാത്തത് കൊണ്ട് തന്നെ Q1 of C1 must be 0. റൈറ്റ്? സോ ദാറ്റ് ഈസ് Q1 of X is divisible by X minus C1. ബൈ റിമൈൻഡർ തിയറം ആണത്. അഥവാ നമുക്ക് റിമൈൻഡർ തിയറം എന്താണ്, എഫ് ഓഫ് സി ഈക്വൽ ടു 0 ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈസ് ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് സി. സിമിലർലി ഇവിടെ നോക്കുക, Q1 of C1 ഈക്വൽ ടു 0 ആണ്. സോ നമുക്ക് എന്ത് പറയാം, Q1 of X is divisible by X minus C1. Clear? Okay. So we can write Q1 of X is equal to X minus C1 into next മറ്റൊരു പോളിനോമിയൽ Q2 of X. Q2 of X ന്റെ ഡിഗ്രി എന്തായിരിക്കും, n minus 2 ആയിരിക്കും. കാരണം Q1 of X എന്ന് പറയുന്നത് n minus 1 ഡിഗ്രി പോളിനോമിയൽ ആണ്. എക്സ് മൈനസ് C1 ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണ്. സോ Q2 ഓഫ് എക്സ് എന്ന് പറയുന്നത് n മൈനസ് 2 ഡിഗ്രി പോളിനോമിയൽ ആയിരിക്കണം. ഓക്കെ. ദെൻ ഈ Q1 ഓഫ് എക്സ് നമ്മൾ എന്ത് ചെയ്യാണ്, എഫ് ഓഫ് എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ദാറ്റ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് സി ഇൻറ്റു എക്സ് മൈനസ് C1 ഇൻറ്റു Q2 ഓഫ് എക്സ്. ഓക്കെ. സോ നമുക്ക് ഇതിൽ നിന്ന് എന്ത് പറയാം, എഫ് ഓഫ് എക്സ് ഈസ് ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് സി ഇൻറ്റു എക്സ് മൈനസ് C1. ക്ലിയർ? കറക്റ്റ് അല്ലേ? കാരണം ഇതിന്റെ ഒരു പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാലും അത് എഫ് ഓഫ് എക്സ് വെച്ച് ഡിവിസിബിൾ ആണ് എന്നാണ് നമുക്ക് ഇപ്പൊ കിട്ടിയത്. സപ്പോസ് ഈ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്നുള്ള ആൾജിബ്രായിക് ഇക്വേഷന് നമുക്ക് m ഡിസ്റ്റിങ്ക്ട് റൂട്ട്സ് ഉണ്ടെന്ന് വിചാരിക്കാം. നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോ C2 എന്ന് പറയുന്നത് ഇതിന്റെ ഒരു റൂട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എഫ് ഓഫ് C2 ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. വേറെ C1ഉം സിയും എന്താവില്ല, C2നോട് ഈക്വൽ ആവില്ല, ഒരു ഡിസ്റ്റിങ്ക്ട് റൂട്ട് ആണ്. സോ ഈ രണ്ട് ടേം ഒരിക്കലും 0 ആവില്ല. ദെൻ Q2 ഓഫ് C2 എന്ന് പറയുന്നത് മസ്റ്റ് ബി 0 ആയിരിക്കണം. ദെൻ സിമിലർലി Q2 ഓഫ് എക്സിനെ നമുക്ക് എക്സ് മൈനസ് C2 ന്റെ ഒരു ഡിവിസിബിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ Q3 ഓഫ് എക്സ് കിട്ടും. ദെൻ സിമിലർലി ഇങ്ങനെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ പോകും. ഓക്കെ. സോ ഫൈനലി ഇഫ് നമുക്ക് ഒരു m ഡിസ്റ്റിങ്ക്ട് റൂട്ട്സ് ഈ ഒരു ആൾജിബ്രായിക് ഇക്വേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ നമ്മൾ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് എഫ് ഓഫ് എക്സ് വിൽ ബി ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് സി ഇൻറ്റു എക്സ് മൈനസ് C1 ഇൻറ്റു എക്സ് മൈനസ് C2 എക്സെട്ര ഇൻറ്റു എക്സ് മൈനസ് CM. ഓക്കെ. അതുകൊണ്ട് ഓക്കെ, അപ്പൊ നമുക്ക് ഒരുപാട് റൂട്ട്സ് കിട്ടും. സോ ഈ ഒരു ആൾജിബ്രായിക് ഇക്വേഷന്റെ റൂട്ട്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ഫംഗ്ഷൻ ആ ഒരു റൂട്ട്സ് വെച്ച് എഴുതുന്ന എല്ലാ ഫാക്ടേഴ്സിന്റെയും പ്രൊഡക്റ്റ് വെച്ചിട്ട് ഡിവിസിബിൾ ആയിരിക്കും എന്നാണ് നമ്മൾ ഈ ഒരു ത്രൂ ഔട്ട് പ്രോസസ്സിലൂടെ നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തത്. ക്ലിയർ ആണോ? ഇപ്പോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്നുള്ളതിന്റെ റൂട്ട്സ് ആണ് 1 and 2 എന്ന് വിചാരിക്കുക. രണ്ട് റൂട്ട്സ് 1ഉം 2ഉം. ദെൻ എക്സ് മൈനസ് 1 വെച്ചിട്ടും എക്സ് മൈനസ് 2 വെച്ചിട്ടും അതുപോലെ തന്നെ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 എന്ന് പറയുന്ന അതിന്റെ പ്രൊഡക്റ്റ് വെച്ചിട്ടും എഫ് ഓഫ് എക്സ് എന്തായിരിക്കും, ഡിവിസിബിൾ ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഫൈനലായിട്ട് എത്തുന്ന റിസൾട്ട്. അതുപോലെ തന്നെ ഈ ഒരു ആൾജിബ്രായിക് ഇക്വേഷനെയും അതിന്റെ റൂട്ട്സിനെയും വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഒരു മെയിൻ റിസൾട്ട് ആണ് an equation of degree n cannot have more than n distinct roots. ഒരു nth ഡിഗ്രി ഉള്ള ഒരു ഇക്വേഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെ പോസിബിൾ മാക്സിമം റൂട്ടിന്റെ നമ്പേഴ്സ് എന്ന് പറയുന്നത് n എന്നുള്ളതാണ്. ഡിസ്റ്റിങ്ക്ട് റൂട്ട്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ മാക്സിമം റൂട്ട് എന്ന് പറയുന്നത് n റൂട്ട്സ് ആണ്. അതിൽ കൂടുതൽ ഒരിക്കലും അതിന് റൂട്ട് വരില്ല. അതൊരു മെയിൻ റിസൾട്ട് ആണ്. ദെൻ അതെങ്ങനെ പ്രൂവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. Let f of x equal to 0 be an algebraic equation of degree n. n ഡിഗ്രി ഉള്ള ഒരു ആൾജിബ്രായിക് ഇക്വേഷൻ ആണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ആൻഡ് C1, C2, എക്സെട്ര Cn be n distinct roots of f of x. എഫ് ഓഫ് എക്സിന്റെ റൂട്ട്സ് തന്നിട്ടുണ്ട്. ദെൻ നമുക്ക് എന്ത് പറയാൻ പറ്റും, നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തത് പ്രകാരം എക്സ് മൈനസ്
c1 into x minus c2 etc. into x minus cn എന്തായിരിക്കും f of x വെച്ചിട്ട് ഡിവിസിബിൾ ആയിരിക്കും. അതിന്റെ പ്രൊഡക്റ്റും എന്തായിരിക്കും f of x വെച്ചിട്ട് ഡിവിസിബിൾ ആയിരിക്കും. കറക്റ്റ് അല്ലേ? ദെൻ ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും n റൂട്ട്സ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് n ടേംസും വരുന്നുണ്ട്. എക്സ് മൈനസ് സി വൺ, എക്സ് മൈനസ് സി ടു, ഇങ്ങനെ n ടേംസ് നമുക്ക് വരുന്നുണ്ട്. സോ ഇതിന്റെ നമുക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട് ആയി നമ്മൾ പോളിനോമിയൽ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സ് റേസ് ടു n ആയിരിക്കും അതിന്റെ ഫസ്റ്റ് ടേം ആയിട്ട് വരുന്നത്. കറക്റ്റ് അല്ലേ? എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, ദെൻ n ടേംസ് റിപ്പീറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഫൈനലി നമുക്ക് കിട്ടാവുന്ന പോളിനോമിയൽ എന്ന് പറയുന്നത് nth ഡിഗ്രി പോളിനോമിയൽ ആണ്. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, വിച്ച് ഈസ് ആൾസോ എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി n. സോ നമുക്ക് n ഡിസ്റ്റിങ്ക്ട് റൂട്ട്സ് ഉണ്ട്, അതിനൊക്കെ നമുക്ക് ഫാക്ടേഴ്സ് ആക്കി എഴുതി. അതിന്റെ പ്രൊഡക്റ്റും എന്താണ്? എഫ് ഓഫ് എക്സ് ഡിവിസിബിൾ ആണ്. സോ ഈ ഒരു പോളിനോമിയൽ എന്ന് പറയുന്നത് തന്നെ എന്താണ്? nth ഡിഗ്രി പോളിനോമിയൽ ആണ്. നമുക്ക് ഓൾറെഡി ഉള്ള എഫ് ഓഫ് എക്സ് n ഡിഗ്രി പോളിനോമിയൽ ആണ്. ദെൻ അത് ഡിവിസിബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? അതേ ഇൻറ്റു സംതിങ് എന്നിട്ട് എഴുതാൻ പറ്റും. സോ അത് ഓൾറെഡി ഒരു n ഡിഗ്രി പോളിനോമിയൽ ആയി കഴിഞ്ഞു. ദെൻ നമുക്ക് ഇനി ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മസ്റ്റ് ബി എന്തായിരിക്കണം? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കണം. മേ ബി 1 ആകാം, 2 ആകാം, എന്തെങ്കിലും ഒരു കോൺസ്റ്റന്റ് മാത്രമേ പോസിബിൾ ഉള്ളൂ. ബിക്കോസ് എഫ് ഓഫ് എക്സ് ഇസ് ഡിവിസിബിൾ ബൈ ദിസ് പ്രൊഡക്റ്റ് എന്നുള്ളതാണ്. സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ദിസ് പ്രൊഡക്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ദെൻ ഇത് ഓൾറെഡി ഒരു nth ഡിഗ്രി പോളിനോമിയൽ ആണ്. ഓക്കെ, കോൺസെപ്റ്റ് ക്ലിയർ ആക്കാൻ ശ്രമിക്കുക. ഇത് ഓൾറെഡി ഒരു nth ഡിഗ്രി പോളിനോമിയൽ ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതും ഒരു nth ഡിഗ്രി പോളിനോമിയൽ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. സോ ഈ എ നോട്ട് മസ്റ്റ് ബി അവിടെ ഒരു കോൺസ്റ്റന്റ് മാത്രമേ വരാൻ പാടുള്ളൂ. ഈവൻ നമ്മൾ ഇനി ഒരു എക്സ് മൈനസ് സി എൻ പ്ലസ് 1 നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ ഉണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു പോളിനോമിയൽ എന്തായിട്ട് മാറും? n+1 ഡിഗ്രി പോളിനോമിയൽ ആയിട്ട് മാറും. സോ അതൊരിക്കലും പോസിബിൾ അല്ല. ഇവിടെ n ഡിഗ്രി ആണെങ്കിൽ ഈ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും മസ്റ്റ് ആയിട്ടും അത് n ഡിഗ്രി മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. സോ ലാസ്റ്റ് നമുക്ക് വരുന്ന അതിന്റെ മറ്റൊരു കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് എ നോട്ട് മാത്രമായിരിക്കും. അവിടെ ഒരു പോളിനോമിയൽ ജസ്റ്റ് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ഓർ എക്സ് വരാനുള്ള പോസിബിലിറ്റി അവിടെ ഇല്ല. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ നോട്ട് ഇൻറ്റു നമ്മുടെ പ്രൊഡക്റ്റ്, ഫാക്ടേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. The right hand side cannot vanish for other values except c1, c2, etc. cn. ഈ ഒരു വാല്യൂസിന് c1ന് c1 കൊടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് വിൽ ബി 0. ഇവിടെ c2 കൊടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് വിൽ ബി 0. സിമിലർലി cn കൊടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് വിൽ ബി 0. മറ്റൊരു പോസിബിലിറ്റിയും എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്നുള്ള ഫംഗ്ഷൻ ഇല്ല, ഒരു ഇക്വേഷൻ ഇല്ല. സോ നമുക്ക് എന്ത് പറയാം? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 cannot have more than n distinct roots. ദെൻ നമ്മൾ നെക്സ്റ്റ് ഒരു കേസിലേക്ക് പോവാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് n ഡിഗ്രി പോളിനോമിയൽ ആണ്. ദെൻ അതിന് n ഡിസ്റ്റിങ്ക്ട് റൂട്ട്സും ഉണ്ട്. ഇനി സപ്പോസ് m ലെസ് ദാൻ n ആണ് ആൻഡ് ആ ഒരു ഫംഗ്ഷന് m ഡിസ്റ്റിങ്ക്ട് റൂട്ട്സേ ഉള്ളൂ. അതായത് n ഡിഗ്രി പോളിനോമിയൽ ആണ് ആൻഡ് n റൂട്ട്സ് ഇല്ല. ജസ്റ്റ് അതിനേക്കാൾ ചെറിയൊരു നമ്പർ m എന്ന് പറയുന്ന ഒരു നമ്പർ ഡിസ്റ്റിങ്ക്ട് റൂട്ട്സേ ആ ഒരു ആൾജിബ്രായിക് ഇക്വേഷൻ ഉള്ളൂ എന്ന് വിചാരിക്കുക. സോ m ലെസ് ദാൻ n ആണ്, c1, c2, etc. cm എന്ന് പറയുന്നത് m ഡിസ്റ്റിങ്ക്ട് റൂട്ട്സ് ആണ് ഓഫ് an algebraic equation f of x equal to 0. Then the polynomial f of x is divisible by, നമുക്ക് പറയാൻ പറ്റും അത് m വരെയുള്ള ഫാക്ടേഴ്സ് വെച്ചിട്ട് അതിന് ഡിവിസിബിൾ ആണ് എന്ന് പറയാൻ പറ്റും. x മൈനസ് c1 ഇൻറ്റു എക്സ് മൈനസ് c2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു എക്സ് മൈനസ് cm വരെയുള്ള ഫാക്ടേഴ്സിന്റെ പ്രൊഡക്റ്റ് വെച്ചിട്ട് f of x എന്താണ്? ഡിവിസിബിൾ ആണ്. ഓക്കെ, സോ നമുക്ക് റൈറ്റ് ചെയ്യാം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ദിസ് പ്രൊഡക്റ്റ് ഇൻറ്റു ജസ്റ്റ് എഫ് എം ഓഫ് എക്സ്. മറ്റൊരു പോളിനോമിയൽ എന്നുള്ളതാണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്. നമുക്കറിയാം ഇത് ഒരു m ഡിഗ്രി പോളിനോമിയൽ ആണ്, ഇതൊരു n ഡിഗ്രി പോളിനോമിയൽ ആണ്. m n-നേക്കാളും ചെറുതായതുകൊണ്ട് തന്നെ ദർ ഷുഡ് ബി എ പോളിനോമിയൽ, എങ്കിലേ n ഡിഗ്രി നമുക്ക് വരുള്ളൂ. സോ ഇവിടെ മസ്റ്റ് ആയിട്ടും ഒരു പോളിനോമിയൽ ഉണ്ടായിരിക്കണം. ഇവിടെ ഓൾറെഡി m എന്ന് പറയുന്ന ഡിഗ്രി ഉണ്ട്. ദെൻ ഇത് മസ്റ്റ് ബി n മൈനസ് m ആയിരിക്കണം, എങ്കിലേ m പ്ലസ് n മൈനസ് m ഈക്വൽ ടു n എന്ന് നമുക്ക് കിട്ടുള്ളൂ. കറക്റ്റ് അല്ലേ? കാരണം ഇവിടെ n ഡിഗ്രി പോളിനോമിയൽ ആണ്. ഹിയർ ഓൾസോ n ഡിഗ്രി ആയിരിക്കണം. ദിസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് m ഡിസ്റ്റിങ്ക്ട് റൂട്ട്സ് ആയതുകൊണ്ട് തന്നെ m ഡിഗ്രി പോളിനോമിയൽ ആയിരിക്കും. സോ ഇവിടെ എന്ത് വരണം? n മൈനസ് m വരണം. ദെൻ നമുക്ക് എന്ത് പറയാൻ പറ്റും?
എഫ് ഓഫ് എക്സിനെ നമുക്ക് ഈ ഒരു ഫോമിലേക്ക് മാറ്റി എഴുതാൻ പറ്റും. ദെൻ ഈ ഒരു ഫംഗ്ഷൻ എങ്ങനെ കിട്ടും, അതാണ് നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് ഈ പോളിനോമിയൽ ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാം. നമുക്കത് അറിയാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ജസ്റ്റ് ദിസ് പ്രൊഡക്റ്റിനെ നമ്മൾ ഈ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ മതി. നമുക്ക് എന്ത് എഴുതാം, എഫ് എം ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ദിസ് ഹോൾ പ്രൊഡക്റ്റ്. സോ അപ്പൊ നമുക്ക് എന്ത് കിട്ടും, എഫ് എം ഓഫ് എക്സ് എന്നുള്ള പുതിയ പോളിനോമിയലിനെ കിട്ടും. കാരണം എഫ് ഓഫ് എക്സ് നമുക്ക് തന്നിട്ടുണ്ടാവും. ദെൻ ദീസ് റൂട്ട്സ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ അത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിന്തറ്റിക് ഡിവിഷൻ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ കോഎഫിഷ്യന്റ് മെത്തേഡ് യൂസ് ചെയ്യാം. ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് ഈ ഒരു എഫ് എം ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ നമുക്ക് കണ്ടെത്താൻ പറ്റും. ആൻഡ് ദിസ് ഇക്വേഷൻ ഈസ് നോൺ ആസ് ഡിപ്രസ്ഡ് ഇക്വേഷൻ. ഏതാണ്, എഫ് എം ഓഫ് എക്സ് ഈക്വൽ ടു 0. അതൊരു ആൾജിബ്രായിക് ഇക്വേഷൻ ആണ്. മറക്കരുത്, എഫ് എം ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്നുള്ളതിനെയാണ് നമ്മൾ ഡിപ്രസ്ഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു ഡിപ്രസ്ഡ് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റൂട്ട്സ് എന്തൊക്കെയായിരിക്കും, സെയിം റൂട്ട്സ് ആയിരിക്കും എഫ് ഓഫ് എക്സിന്റെ റിമൈനിങ് റൂട്ട്സ് എന്ന് പറയുന്നത്. ഒന്നും കൂടി വ്യക്തമാക്കി തരാം. എഫ് ഓഫ് എക്സിന് n ഡിഗ്രി പോളിനോമിയൽ ആണ്. സോ n റൂട്ട്സ് ആണ് മാക്സിമം പോസിബിലിറ്റി ഉള്ളൂ. അതിൽ m റൂട്ട്സിനെ നമുക്കറിയാം. ഓക്കെ, m റൂട്ട്സിനെ നമുക്കറിയാം. ബാക്കിയുള്ള റൂട്ട്സ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. സോ അതിന് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ഇവിടെ ഡിപ്രസ്ഡ് ഇക്വേഷൻ. സോ ഈ ഒരു ഫംഗ്ഷൻ എന്താ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ ആ ഒരു ഫംഗ്ഷനെ സോൾവ് ചെയ്ത് കിട്ടുന്ന റൂട്ട്സ് ഏതൊക്കെയാണോ ആ സെയിം റൂട്ട്സ് തന്നെയായിരിക്കും എഫ് ഓഫ് എക്സിന്റെ റിമൈനിങ് റൂട്ട്സ് എന്ന് പറയുന്നത്. There is a remark. Sometimes the number of distinct roots can be less than n, since some roots repeat. അതിന് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2x+1 എന്നുള്ള ഒരു ഫംഗ്ഷനെ നമുക്ക് x+1 ഇൻറ്റു x+1 എന്നാക്കി മാറ്റി എഴുതാൻ പറ്റും. അതായത് 1 എന്നുള്ള റൂട്ട് 2 ടൈംസ് റിപ്പീറ്റ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. സോ ഡിസ്റ്റിങ്ക്റ്റ് നമ്പർ ഓഫ് റൂട്ട്സ് എന്താണ്, അവിടെ 1 മാത്രമാണ്. ഒറ്റ ഒന്നേ ഉള്ളൂ, 1 എന്നുള്ള ഒരു ഡിസ്റ്റിങ്ക്റ്റ് റൂട്ടേ അതിനുള്ളൂ. 1 എന്ത് ചെയ്യാണ്, 2 തവണ റിപ്പീറ്റ് ചെയ്യാണ്. സോ നമ്പർ ഓഫ് റൂട്ട്സ് ചോദിച്ചു കഴിഞ്ഞാൽ 2 ആണ്. ബട്ട് അതിൽ ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സ് എത്ര ഉണ്ടാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓൺലി 1 റൂട്ട് മാത്രമേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് x³ - x² - x+1. അതിൽ നമുക്ക് x-1 ഇൻറ്റു x-1 ഇൻറ്റു x+1 എന്നാക്കി മാറ്റി എഴുതാൻ പറ്റും. അവിടെ ഓൺലി ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സ് ഏതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ -1 +1 മാത്രമേ ഉള്ളൂ. -1 1 അതാണ് 2 ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സ്. ടോട്ടൽ നമ്പർ ഓഫ് റൂട്ട്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 3 എന്ന് പറയാൻ പറ്റും. അത് ഇതിന്റെ പവർ എത്രയാണോ അതായിരിക്കും നമ്പർ ഓഫ് റൂട്ട്സ് വരിക. ദെൻ x⁴ + x³ ആണെങ്കിൽ നമുക്കതിന് x+1 എന്നാക്കി മാറ്റി എഴുതാൻ പറ്റും. സോ ഇതിന്റെ റൂട്ട്സ് എന്തൊക്കെയാ, 1 മാത്രമാണോ അതിന്റെ റൂട്ട്സ്? അല്ല. x-0 ഇൻറ്റു x-0 ഇൻറ്റു x-0 ഇൻറ്റു x+1 എന്നുള്ളതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, x എന്ന് പറഞ്ഞാൽ x-0 എന്നാണ് അവിടെ മീനിങ്. സോ റൂട്ട്സ് ഏതൊക്കെയാണ്, ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സ് 0 വരും, സിമിലർലി 1 വരും. അതാണ് ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സ്. ടോട്ടൽ നമ്പർ ഓഫ് റൂട്ട്സ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 4 തന്നെയാണ്.